നമസ്കാരം. പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം 18 ഡിസംബർ 2025 ജഡയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന വിമാനം കോഴിക്കോട്ട് ഇറങ്ങാതെ അത് കൊച്ചിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊച്ചിയിൽ ഒന്നൊരു എമർജൻസി ലാൻഡിങ് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്താണ് ജഡയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ജഡയിൽ വിമാനം തിരിച്ചിറക്കാതിരുന്നത്? കോഴിക്കോട് എന്തുകൊണ്ടാണ് വിമാനം ഇറങ്ങിയില്ല? എന്തുകൊണ്ടാണ് പൈലറ്റ് കൊച്ചി സെലക്ട് ചെയ്തത്? അതുകൊണ്ട് യാത്രക്കാർക്കുള്ള പ്രയോജനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂഷ്യമോ ഉണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. ജഡയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ വലതുവശത്തെ മെയിൻ ഗിയറിൻ്റെ ടയർ പൊട്ടിയതായിട്ട് ആണ് അറിയപ്പെടുന്നത്. എന്നാൽ പൈലറ്റിന് ടേക്ക് ഓഫിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ഇൻഡിക്കേഷനും ഇല്ലായിരുന്നു. സാധാരണ കോക്ക്പിറ്റിൽ ഈ ടയർ ബസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോക്ക്പിറ്റിൽ ഹൈഡ്രോളിക് ലോസ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ ഈ വിമാനത്തിന് ലാൻഡിംഗ് ഗിയർ റിട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് വീൽ വേയിലുള്ള ഒരു സിഗ്നൽ സിസ്റ്റം ഈ ലാൻഡിംഗ് ഗിയറിനെ റിട്രാക്റ്റ് ചെയ്യാൻ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് പൈലറ്റിൻ്റെ കോക്ക്പിറ്റിൽ ഈ വിമാനത്തിന് കാര്യമായ കേടുപാടുകൾ ഒന്നും ഉള്ളതായിട്ടുള്ള ഒരു ഇൻഡിക്കേഷനും ഇല്ലായിരുന്നു. മാത്രമല്ല ലാൻഡിംഗ് ഗിയർ സാധാരണഗതിയിൽ തന്നെ റിട്രാക്റ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പൈലറ്റ് വിമാനം കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു. ഇനി തിരിച്ച് പൈലറ്റ് എന്തുകൊണ്ട് ജഡയിൽ ഇറക്കിയില്ല എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വിമാനത്തിൽ ഏതാണ്ട് 160 യാത്രക്കാരും 17-18 ടണ്ണ് ഫ്യൂവലും, അതായത് 5 മണിക്കൂർ 40 മിനിറ്റ് പറക്കേണ്ട ഇന്ധനവും ഉണ്ടായിരുന്നു. ഈ വിമാനം തിരിച്ച് ജഡയിൽ ഇറക്കണമായിരുന്നുവെങ്കിൽ വിമാനത്തിൻ്റെ ലാൻഡിംഗ് വെയിറ്റ് ഏതാണ്ട് 66 ടണ്ണും വിമാനത്തിൻ്റെ മാക്സ് ടേക്ക് ഓഫ് വെയിറ്റ് 79 ടണ്ണുമായിരുന്നു. RTOW അതിലും കുറവായിരിക്കാം. അതുകൊണ്ട് ഈ 66 ടണ്ണിന് മുകളിലുള്ള ഇന്ധനം മുഴുവൻ കത്തിച്ച് ശേഷം മാത്രമേ ജഡയിൽ ഇറങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതായത് 2-3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മണിക്കൂർ സമയം വിമാനം ആകാശത്ത് വട്ടം കറങ്ങി ഉള്ള ഇന്ധനം തീർത്തതിന് ശേഷം മാത്രമേ ജഡയിൽ ഇറങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അതേസമയം ആ വിമാനം കോഴിക്കോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുകയും അതേ ഇന്ധനം അതേ സമയം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ അതിർത്തിയിൽ, വ്യോമയാന അതിർത്തിയിൽ എത്തുകയും ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ സുരക്ഷിതമായിട്ട് ഇറക്കുവാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 കാരണങ്ങൾ കൊണ്ട് ആണെന്ന് വിശ്വസിക്കാം പൈലറ്റ് വിമാനം നേരിട്ട് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. എന്നാൽ കോഴിക്കോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് കോഴിക്കോട്ട് വിമാനം ഇറക്കിയില്ല എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട്ടെ വിമാനത്താവളത്തെപ്പറ്റി മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ടേബിൾ ടോപ്പ് റൺവേ ആണ്. മല ഇടിച്ചു നിരത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റൺവേ ആണ്. 2 അപ്രോച്ച് സൈഡിലും മലകളുടെ സാന്നിധ്യവുമുണ്ട്. എന്നാൽ ഈ റൺവേ 2850 മീറ്റർ നീളമുണ്ട് ഉള്ള ഒരു റൺവേ ആണ്. അത് കഴിഞ്ഞാൽ റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത് 90 മീറ്റർ മാത്രമായിരുന്നു. അതിനുശേഷം വിമാനം ഓവർഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു താഴത്തെ അടിവാരത്തിലേക്ക് പോവുകയും കാര്യമായ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈലറ്റിനറിയാം വലതുവശത്തെ ടയർ മിക്കവാറും ബസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ആ സാഹചര്യത്തിൽ ഈ വിമാനം കോഴിക്കോട്ട് ഇറക്കുകയാണെങ്കിൽ വിമാനത്തിൻ്റെ ബ്രേക്ക് സാധാരണ വർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ വലതുവശത്തേക്കുള്ള ഡ്രാഗ് കൂടും. അപ്പോൾ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിമാനത്തിന് മറ്റുള്ള ഒരു നല്ലൊരു എയർപോർട്ടിൽ, ലെവലായിട്ടുള്ള ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന ആ സുരക്ഷിതത്വം കോഴിക്കോട്ടെ റൺവേയിൽ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൈലറ്റ് ഈ വിമാനം കോഴിക്കോട്ട് ഇറക്കാതെ കൊച്ചിയിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനിച്ചത്. വിമാനം കൊച്ചിയിൽ അങ്ങനെയെങ്കിൽ ഈ വിമാനം കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വിമാനത്തിന് ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തു എന്ന ഒരു ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. കാരണം വിമാനം താഴെ ഇറങ്ങുമ്പോൾ വിമാനത്തിൻ്റെ വലതുവശത്തെ ടയർ ബസ്റ്റായെന്നുള്ളത് അറിയാവുന്ന കാര്യമായതുകൊണ്ടും
അത് ടച്ച് ഡൗൺ ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ ഹബ്ബിലാണ്, അതായത് വീലിൻ്റെ ഹബ്ബിലാണ്, വീൽ ഹബ്ബ് മെറ്റലാണ്, ആ ഹബ്ബിൽ ടച്ച് ഡൗൺ ചെയ്യുമ്പോൾ കാര്യമായ രീതിയിൽ ഫയറും തീപ്പൊരികളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയും ഒരു ഫയറിനുള്ള ഒരു നല്ലൊരു സാധ്യതയുണ്ട്. 1. 2, ഈ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിനെ നേരിടാനുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് പൈലറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ വിമാനത്താവളത്തിലുള്ള എല്ലാ എമർജൻസി സിസ്റ്റംസും ആക്ടിവേറ്റഡ് ആയിരുന്നു. വിമാനം ഒരു നോർമൽ ലാൻഡിംഗ് ആണ് കൊച്ചിയിൽ നടത്തിയത്. നോർമൽ ലാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൺവേയിൽ ലാൻഡ് ചെയ്ത സമയത്ത് വിമാനത്തിന് പൈലറ്റ് പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ തന്നെ വലതുവശത്തേക്ക് പുള്ളുണ്ടാവുകയും അതേസമയം അതിനെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നോസ് വീൽ സ്റ്റിയറിംഗ് കൊണ്ട് പൈലറ്റ് കൺട്രോൾ ചെയ്യുകയും വിമാനത്തെ റൺവേയിൽ തന്നെ നിർത്തുകയും ചെയ്തു. വിമാനം റൺവേയിൽ നിർത്തിയതിന് ശേഷം റൺവേ വെക്കേറ്റ് ചെയ്ത് ടാക്സി വേയിലേക്ക് കയറ്റിയതിന് ശേഷം മാത്രമാണ് വിമാനത്തെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റോപ്പിലേക്ക് പൈലറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളം ദീർഘനേരം അടച്ചിടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായില്ല. എന്നാൽ നമ്മൾ ആ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ പിന്നീട് കാണുമ്പോൾ നോസ് വീൽ എന്ന് പറയുന്നത് ഒരു വളരെയധികം ഷ്രെഡഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പൈലറ്റ് അതിനെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടായത് പരിശ്രമത്തിൻ്റെ ഒരു പരിസമാപ്തി തന്നെയാണ്. വളരെ സുരക്ഷിതമായിട്ട് വിമാനം കൊച്ചിയിൽ ഇറക്കി. പൈലറ്റിന് തീർച്ചയായിട്ടും ഒരു നല്ല അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് തന്നെയാണ്. എന്നാൽ നമ്മളുടെ മീഡിയയും ചില പാസഞ്ചറുകളുടെ പ്രതികരണങ്ങളും വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നെഗറ്റീവായിരുന്നു. വേറെ ഒരു പ്രതികരണം മീഡിയയിൽ കേൾക്കാൻ സാധിച്ചത്, ഈ വിമാനം കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ എന്തുകൊണ്ട് യാത്രക്കാരെ അറിയിച്ചില്ല എന്നുള്ളതാണ്. നമുക്കൊന്ന് ആലോചിക്കാം. വിമാനം ജഡയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ടയർ ബസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പൈലറ്റിന് അതറിയാം. റൺവേ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. ടയറിൻ്റെ ഡെബ്രീസ് ജഡയിൽ കിട്ടിയിട്ടുമുണ്ട്. അപ്പം അത് കൺഫേം ചെയ്തിട്ടുണ്ട് ടയർ ബസ്റ്റ് ജഡയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത സമയത്തുണ്ടായതാണെന്ന്. എന്നാൽ ഇവിടെ കോഴിക്കോട് വരെയുള്ള ഏതാണ്ട് 5 മണിക്കൂർ സമയത്തിന് മുമ്പായിട്ട് ഒരു പാസഞ്ചർ അനൗൺസ്മെൻറ്റ് നടത്തുകയായിരുന്നുവെങ്കിൽ, അതായത് നമുക്കൊരു ടയർ ബസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇന്നിന്ന കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ വിമാനത്തിനുള്ളിലെ യാത്രക്കാരുടെ മാനസികാവസ്ഥ. എന്നാൽ പൈലറ്റിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ വിമാനം സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് ഇറക്കാൻ സാധിക്കുമെന്നുള്ളത്. കാരണം അവർ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ട്രെയിനിങ് എടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനിൽ പ്രത്യേകിച്ച് ഇത് യാത്രക്കാരുടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വിമാനം സുരക്ഷിതമായിട്ട് കോഴിക്കോട് വരെ വന്നതിന് ശേഷം മാത്രമാണ് പൈലറ്റ് അനൗൺസ് ചെയ്തത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വിമാനം കോഴിക്കോട്ട് ഇറങ്ങുന്നതല്ലെന്നും കൊച്ചിയിലേക്ക് തിരിച്ചുവിടുകയാണ് എന്നും. അപ്പോൾ നമ്മൾ ഒരു റിട്രോസ്പെക്റ്റ് ചെയ്യുമ്പോൾ പൈലറ്റിൻ്റെ തീരുമാനങ്ങൾ എല്ലാം വളരെ കൃത്യമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ എയർലൈൻസും റെഗുലേറ്റേഴ്സും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. പല സമയത്തും വിമാനത്തിൻ്റെ വീലുകൾ ഊരിപ്പോകുന്നത് ഒരു തമാശയായിട്ടാണ് സാധാരണ മാധ്യമങ്ങളിൽ കാണിക്കാറുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ എല്ലാ വിമാനങ്ങളിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു?